പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യാഴാഴ്ച ദിനം കർത്താവിന്റെ വലിയൊരു കൃപ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51. അതിന്റെ അവസാന വാങ്ങിനെയാണ്, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇത് യേശു കുർബാനയെ കുറിച്ച് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇന്ന് മാർഗരറ്റ് മേരി അലക്കോക്ക്, അതായത് പരിശുദ്ധ കുർബാന ആദ്യ വെള്ളിയാഴ്ചയിൽ ഈശോയെ സ്വീകരിക്കുക മാത്രമല്ല, കൂടെ ദിവികാരുണ്യം കുമ്പസാരിച്ചൊരുങ്ങി ദിവികാരുണ്യം സ്വീകരിക്കുന്നത് ഈശോ ഏറ്റ നിന്ദാപമാനങ്ങൾക്ക് ഏറ്റവും വലിയ പരിഹാരമാണ് എന്ന്, ഈശോയുടെ കരുണ അതിനു വേണ്ടി നമ്മെ ക്ഷണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണല്ലേ മാർഗരറ്റ് മേരി. ദിവ്യകാരുണ്യത്തെ കുറിച്ച് ഒരുപാട് വെളിപ്പെടുത്തലുകൾ കിട്ടിയിട്ടുള്ള ഒരു വിശുദ്ധയാണ്. ദിവ്യകാരുണ്യത്തിൽ ഈശോ നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. അതാണ് മാർഗരറ്റ് മേരി അലക്കോക്കിന്റെ മെയിൻ മെസ്സേജ്. ദിവ്യകാരുണ്യത്തിൽ യേശു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതല്ലേ യേശു പറയുന്നത്, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാം. അച്ഛനെ കർത്താവ് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയും പരിശുദ്ധ കുർബാനയെ കുറിച്ച്. കാരണം പരിശുദ്ധ കുർബാനയിലാണ് പ്രിയ സഹോദരങ്ങളെ ജീവനിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലാണ്. ഇന്ന് നമുക്ക് ജീവനുണ്ടെങ്കിലും ജീവനില്ലാത്ത പോലെ ജീവിക്കാൻ അതിൻ്റെ കാരണം എന്താണെങ്കിൽ, ബയോളജിക്കൽ ജീവൻ നമുക്കുണ്ട്, പക്ഷേ സ്പിരിച്വൽ ലൈഫില്ലാത്തതിൻ്റെ കാരണം പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ അകന്നു പോയി. അതുകൊണ്ടാണ് മദർ തെരേസ പറയുന്നത്, മക്കളെ കുർബാനയിൽ നിന്ന് അകന്നു പോകരുത്. അങ്ങനെ ഒന്ന് സംഭവിക്കുന്ന സമയം തന്നെ എന്തോ ഒന്ന് ജീവിതത്തിൽ തകരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ആകെ പ്രശ്നങ്ങളാണ്. കുർബാനയിൽ നിന്ന് നമ്മൾ അകന്നു. അതുകൊണ്ട് മാർഗരറ്റ് മേരി അലക്കോക്കിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന സുദിനത്തിലെ ഈ വലിയ വിശുദ്ധയുടെ ഇതുപോലെ കർത്താവ് ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ കണ്ണൂര് ആലക്കോട് പള്ളിയിൽ സിഹിയോന്റെ ശുശ്രൂഷ നടത്തുന്നൊരു പ്രോഗ്രാമിനായിട്ട്, ഒരു വിടുതൽ ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛൻ പോവാണ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകും. കണ്ണൂർക്ക് കാറിലാണ് പോകുന്നത്. അവിടെ ഉച്ച വരെ 2 മണി വരെയാണ് വെള്ളിയാഴ്ച ശുശ്രൂഷ. പിന്നെ വൈകിട്ട് അവിടുന്ന് തിരിക്കും. ശനിയാഴ്ച രാവിലെ എത്തും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.